മുംബൈയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ന്യായ് സങ്കൽപ് പദയാത്രയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. ഗാന്ധിജിയുടെ ഭവനമായ മണിഭവനിൽ നിന്ന് ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്തേക്കാണ് പദയാത്ര. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, അവിടെ ആൾ കൂടിക്കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. അത് തുടങ്ങിക്കഴിഞ്ഞു, പദയാത്ര തുടങ്ങിക്കഴിഞ്ഞു. സങ്കല്പ് പദയാത്ര ഇപ്പോൾ മണിഭവനിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് പുറകിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ സങ്കല്പ് യാത്രയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിഭവനിൽ നിന്ന് അധിക ദൂരമില്ല, ഏതാണ്ട് 1 കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്തേക്ക്. ഏതായാലും അദ്ദേഹത്തോടൊപ്പം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി അടക്കമുള്ള ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ഒരു കൂട്ടം ആളുകൾ ഇന്ന് രാവിലെ നേരത്തെ 8 മണിയോടെയാണ് ഈ പരിപാടി നിശ്ചയിച്ചെങ്കിലും ഒരല്പം വൈകിയാണ് ഇത് പുരോഗമിക്കുന്നത്. ആനന്ദ് പട്വർദ്ധൻ അടക്കമുള്ള വിഖ്യാത ഡോക്യുമെന്ററി സംവിധായകൻ അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് സിവിൽ സൊസൈറ്റിയിൽ നിന്ന് പൗരപ്രമുഖരായ ആളുകൾ കൂടി ഇതിലേക്കുണ്ട്. മാത്രമല്ല ഈ ജാഥ ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്ത് അവസാനിച്ചതിന് ശേഷം പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ പ്രഭാത ഭക്ഷണമുണ്ട് ഈ പൗരപ്രമുഖരുമായി. അതിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങൾ കാണാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും വൈകിട്ട് നടക്കുന്ന മെഗാ റാലി തന്നെയാണ് ഇന്ന് മുംബൈയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. ആ മെഗാ റാലിയിൽ ഇന്ത്യ അലയൻസിൽ നിന്ന് ഏതൊക്കെ പാർട്ടികളുടെ നേതാക്കൾ എത്തും എന്നതാണ് ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത്. ഇടതു പാർട്ടികളുടെ പങ്കാളിത്തം കൂടി കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. ഏതായാലും വൈകിട്ട് 5 മണിയോടെയാണ് മെഗാ റാലി മുംബൈയിലെ ശിവാജി പാർക്കിൽ തുടങ്ങുക. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈയിൽ നിന്നാണ് മലയാളി പ്രേക്ഷകർ മുംബൈയിലെ മലയാളി പ്രേക്ഷകർ അറിയാൻ നമ്മളവിടെ ബ്യൂറോ തുറന്നു കഴിഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈ നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ വാർത്തകൾ കൊടുക്കാൻ തീർച്ചയായിട്ടും